ഡാൻസിന് വേണ്ടി അല്ലാതെയൊക്കെ എഴുതാറുണ്ടോ? ഡാൻസിന് വേണ്ടി എഴുതാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഡാൻസിന് വേണ്ടി വെച്ചാൽ ചിലപ്പം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒരു 3-4 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ വെറുതെ ഇങ്ങനെ ഗംഗണപതി ആനമോഹ അങ്ങനെ കുട്ടികളുടെ ആ രൂപമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വരും എന്റെ വായിൽ. അപ്പൊ ഞാൻ പണ്ടൊന്നും എഴുതി ചോദിക്കില്ല, ഇപ്പൊ ഉടനെ എഴുതി വെച്ച് അത് ഡാൻസിൽ പക അവരെ പഠിപ്പിക്കും. വലിയ സന്തോഷമാണ് പിള്ളേർക്ക് അതൊക്കെ. അതൊക്കെ എനിക്ക് അങ്ങനെയാണ് ഞാൻ ലൈഫില് കലയെ എൻജോയ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരു പ്രത്യേകമായൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് സോപാന സംഗീതവും മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട്. അത് ഞാൻ എന്റെ ഒരു റിസർച്ച് സബ്ജക്റ്റിന്റെ വേറൊരു പാർട്ടാണ്. സോപാന സംഗീതം ശരിക്കും മോഹിനിയാട്ടമായിട്ട് ബന്ധമുണ്ടോ? സോപാന സംഗീതം ശരിക്കും സ്വാതി തിരുനാളിന് മുമ്പ് സോപാന സംഗീതവും കേരളത്തിലെ വാദ്യങ്ങളും മാത്രം ഉപയോഗിക്കപ്പെട്ട് പഴയ സ്ത്രീ നടന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മോഹിനിയാട്ടത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ വളച്ചൊടിക്കപ്പെട്ട ഒരുപാട് ചരിത്ര രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേതാ സത്യം നമുക്കറിയില്ല. അത് ഞാനെപ്പോഴും സത്യം എന്ന് പറയുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മോഹിനിയാട്ടമാണ്. അഭിപ്രായം പുറത്തു പറയാൻ ഇഷ്ടം. അവിടെ ഞാൻ സ്വാതി തിരുനാളിന്റെ കാലത്തെ മോഹിനിയാട്ടം ഞാൻ കാണുന്നു, ഞാൻ പഠിച്ച മോഹിനിയാട്ടത്തില്. അപ്പൊ അവിടെ ഏതെല്ലാം സ്വാധീനങ്ങൾ അതിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. മനസ്സിലായോ? അതൊക്കെ എന്റെ പഠനത്തിന്റെ ഡീപ്പായിട്ടുള്ള പഠനത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ പുസ്തക രൂപത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. എന്റെ ഈ ബുക്കിൽ കുറച്ച് വന്നിട്ടുണ്ട്. എന്റെ ഈ ഹസ്തരത്നാകർ എന്ന ബുക്കിൽ ഞാൻ കുറച്ച് ചരിത്രവും ഒക്കെ എഴുതിയിട്ടുണ്ട്. എത്ര ബുക്ക് എഴുതിയിട്ടുണ്ട്? ഞാൻ ബുക്ക് ഇതാണ് എന്റേതായെന്നുള്ള ബുക്ക്. പിന്നെ ഒരിക്കൽ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഭരതകലൈ കോട്ട്പാട് ഒരു പുസ്തകമുണ്ട് അമ്മ, നീ അത് മലയാളത്തിൽ പണ്ടിരാ എന്ന് വെച്ചു. എനിക്ക് അങ്ങനെ ഒരു വാക്ക് കേട്ട ഒരു ഗുരുവിന്റെ വായനൊരു വാക്ക് കേട്ടാൽ മതി. പിന്നെ എനിക്ക് അങ്ങോട്ട് ഊണുമില്ല ഉറപ്പില്ല. അത് തമിഴ് വായിക്കാൻ അറിയാൻ മേലാത്ത ആൾ കുത്തിയിരുന്നപ്പോ കക്ക കുക്കുന്നൊക്കെ പറഞ്ഞ് പഠിച്ച് പിന്നെ തമിഴന്മാരെയൊക്കെ വിളിച്ചിരുത്തി മനസ്സിലാക്കി അത് എടുത്ത് അവരെ കൊണ്ട് വായിപ്പിച്ച് അർത്ഥം മനസ്സിലാക്കി ഞാനത് മലയാളത്തിലാക്കി 3 മാസം കഴിഞ്ഞപ്പോ മലയാളം ബുക്കാക്കി കൈ കൊണ്ട് കൊടുത്തു. എനിക്ക് കലാമണ്ഡലം സുഗന്ധി ടീച്ചറുടെ കൂടെ മോഹിനിയാട്ടത്തിൽ MA എടുക്കാനൊരു ഭാഗ്യമുണ്ടായി. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അതെനിക്ക് വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് തോന്നാറ്. കാരണം എന്ന് വെച്ചാൽ ടീച്ചർ എന്നെ പഠിക്കാനുള്ള എല്ലാ പ്രചോദനങ്ങളും തന്നത് ടീച്ചറാണ്. ടീച്ചർ തന്നെയാണ് നോട്ട്സ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇനി നമുക്കത് പഠിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും വിളിക്കും. ഒരു നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു ടീച്ചർ. ടീച്ചറിന്റെ അടുത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യമേ കഥയെല്ലാം പറഞ്ഞു തന്ന് ഓരോ അടവുകളും എങ്ങനെ ആയിരിക്കണം, ഓരോ അഭിനയം എടുക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു ബേസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ടീച്ചറിന്റെ അടുത്ത് വന്ന് ഇപ്പൊ ഒരു ആഫ്റ്റർ 20 years ഗ്യാപ്പില് പിന്നെയും 2007 തൊട്ട് ടീച്ചറിന്റെ അടുത്ത് അസോസിയേറ്റ് ചെയ്ത് ഞാൻ ഡാൻസ് പ്രോഗ്രാംസിന് പോകുന്നുണ്ട്. ഓരോ കൃതിയും കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ട സാഹിത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ സാഹിത്യവും പെർഫോമൻസ് എല്ലാം ഒരുമിച്ച് സമന്വയിപ്പിച്ചു കൊണ്ടുവരാനുള്ള ടീച്ചറിന്റെ ആ ഒരു ശൈലി അത് തന്നെയാണ് മോഹിനിയാട്ടത്തില് ഇന്നും കലാമണ്ഡലം സുഗന്ധി ടീച്ചറുടെ സ്റ്റുഡന്റ് ആണ് എന്ന് അഭിമാനപൂർവ്വം തന്നെ പറയാൻ ഞങ്ങൾക്കുള്ള ഒരു പ്രചോദനവും. നെൻകളിയും പൊഞ്ചിരിയും അൻപൊഴുക്കും കൺകുളിരായി നിൻകളിയും പൊഞ്ചിരിയും അൻപൊഴുക്കും കൺകുളിരായി ഗണപതി ഗണപതി നിൻ ചിരിയും പുഞ്ചിരിയും അൻപൊഴുക്കും കൺകുളിരായി ഗണപതി ഗണപതി ആനന്ദ ഗണപതിയേ പരമാനന്ദ ഗണപതിയേ 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 ജയദേവ കവിയുടെ അഷ്ടപതികളെ ബേസ് ചെയ്തിട്ട് ഒരു ഡാൻസ് ഡ്രാമ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കഥയായിട്ട് ഇങ്ങനെ ജയദേവന്റെ സ്വപ്നത്തിലുള്ള സഞ്ചരിക്കുന്ന ഒരു കാവ്യം.